ധാരാവി ചേരി മനുഷ്യർ എലികളെപ്പോലെ തിങ്ങിപ്പാർക്കുന്ന ഇടം. മഹാരാഷ്ട്രയിലെ മുംബൈ നഗരത്തിലുള്ള ധാരാവി ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരി പ്രദേശങ്ങളിൽ ഒന്നാണ്. വളരെ കുറഞ്ഞ സ്ഥലത്ത് സങ്കല്പിക്കാൻ കഴിയാത്തത്ര ജനങ്ങൾ ഒതുങ്ങിക്കൂടുന്ന പ്രദേശം, വൃത്തിഹീനമായ ചുറ്റുപാട്. ഒരു കുടിലിന്റെ മുന്നിൽ നിന്ന് കാലെടുത്തു വെച്ചാൽ അടുത്ത കുടിലായി. ഫ്ലക്സ് ബോർഡുകൾ കൊണ്ടും ചാക്കുകൊണ്ടും കെട്ടിമറച്ച അടച്ചുറപ്പില്ലാത്ത അനേകമായിരം കുടിലുകൾ. ഒരു കാലത്ത് ധാരാവി ചതുപ്പു നിലമായിരുന്നു. മുക്കുവരായിരുന്നു അവിടുത്തെ ആദ്യ താമസക്കാർ. കാലക്രമേണ നഗരവൽക്കരണത്തിന്റെ ഭാഗമായി ഈ പ്രദേശം വികസിക്കുകയും ചേരിയായി മാറുകയും ചെയ്തു. എങ്കിലും ആയിരക്കണക്കിന് ചെറുകിട ഉൽപാദന യൂണിറ്റുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കയറ്റുമതി നിലവാരമുള്ള തുകൽ ഉൽപ്പന്നങ്ങൾ, എംബ്രോയിഡറി ചെയ്ത തുണിത്തരങ്ങൾ, മൺപാത്രങ്ങൾ തുടങ്ങിയവ വ്യാപകമായി നിർമ്മിക്കപ്പെടുന്നു. ഇവ ഇന്ത്യയിലും അന്താരാഷ്ട്ര കമ്പോളങ്ങളിലും വിറ്റഴിക്കപ്പെടുന്നു. ധാരാവിയെ പൂർണ്ണമായും പൊളിച്ചുമാറ്റി പുനർവികസിപ്പിക്കുന്ന പദ്ധതിക്ക് ചുക്കാൻ പിടിക്കുന്നത് ഗൗതം അദാനിയുടെ നേതൃത്വത്തിലുള്ള അദാനി ഗ്രൂപ്പാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ നഗര പുനരുദ്ധാരണ പദ്ധതികളിലൊന്നായി ഇതിനെ കണക്കാക്കുന്നു. മഹാരാഷ്ട്ര സർക്കാരും അദാനി ഗ്രൂപ്പും ചേർന്ന് രൂപീകരിച്ച നവഭാരത് മെഗാ ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കീഴിലാണ് പദ്ധതി പ്രവർത്തനം. നിലവിലെ ചേരി പ്രദേശം ആധുനിക സൗകര്യങ്ങളുള്ള ഒരു ടൗൺഷിപ്പായി വികസിപ്പിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. താമസക്കാർക്ക് മികച്ച വീടുകൾ, ആരോഗ്യ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, പാർക്കുകൾ തുടങ്ങിയവ ഒരുക്കും. ചേരിയിലെ യോഗ്യരായ താമസക്കാർക്ക് സൗജന്യമായി വീടുകൾ നിർമ്മിച്ചു നൽകും. ചെറുകിട വ്യവസായ യൂണിറ്റുകൾക്ക് പകരം പുതിയ വാണിജ്യ വ്യവസായ യൂണിറ്റുകൾ സ്ഥാപിക്കും. പുനരധിവാസത്തിനു ശേഷം ബാക്കിയുള്ള ഭൂമിയിൽ കെട്ടിടങ്ങൾ നിർമ്മിച്ച് വിൽപ്പന നടത്തുക വഴി ലഭിക്കുന്ന വരുമാനം ഉപയോഗിച്ചാണ് പദ്ധതിയുടെ ഭീമമായ ചെലവ് കണ്ടെത്തുന്നത്. ജനുവരി 1 അതിനു മുൻപോ ധാരാവിയിൽ താമസിക്കുന്നവർക്ക് 350 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഫ്ളാറ്റുകൾ സൗജന്യമായി ലഭിക്കും. 2010 ജനുവരി 1 വരെയുള്ള കാലാവധിയിൽ താമസമാക്കിയവർക്ക് കുറഞ്ഞ നിരക്കിൽ ഇതേ താമസ സൗകര്യം കിട്ടും. അതിനുശേഷം ചേരിയിലെത്തിയവർ താമസ സ്ഥലത്തിന് യോഗ്യരല്ല. അവർക്ക് എവിടേക്ക് വേണമെങ്കിലും മാറാം. ഈ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് വാടക വീടുകൾ തരപ്പെടുത്തി നൽകിയേക്കാം. പുതിയ വാണിജ്യ ബ്ലോക്കുകളിൽ തുകൽ, മൺപാത്രം, റീസൈക്ലിംഗ് തുടങ്ങിയ വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകും. ധാരാവി പുനരുദ്ധാരണ പദ്ധതിക്ക് പ്രതീക്ഷിക്കുന്ന ഏകദേശ ചെലവ് 95,790 കോടി രൂപയാണ്. പുനരധിവാസം പൂർത്തിയാക്കാൻ ചുരുങ്ങിയത് 7 വർഷമെടുക്കും. 2032 ജനുവരി വരെയാണ് ലക്ഷ്യമിടുന്ന സമയം. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ വർഷം ജനുവരി 14 ആരംഭിച്ചതായാണ് റിപ്പോർട്ടുകൾ. ചേരി നിവാസികളെ പുനരധിവസിപ്പിക്കാൻ റെയിൽവേയുടെ കൈവശമുള്ള 6.4 ഏക്കർ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിനുള്ള അനുമതി ലഭിച്ചു. നിലവിൽ ചേരിയിലെ താമസക്കാരെ കണ്ടെത്താനും അവരുടെ യോഗ്യത പരിശോധിക്കാനുമായി ഡോർ ടു ഡോർ സർവേ പുരോഗമിക്കുകയാണ്. ഈ സർവേ പൂർത്തിയായാൽ ഘട്ടം ഘട്ടമായി ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു തുടങ്ങും. പദ്ധതി നടപ്പാക്കുന്ന രീതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചേരി നിവാസികളുടെ ഉപജീവന മാർഗം, വിദ്യാഭ്യാസം എന്നിവയെ ബാധിക്കുമോ എന്നതിലും ആശങ്കകൾ നിലനിൽക്കുന്നു. ന്യൂസ് ഡെസ്ക് MC ന്യൂസ്. MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.